നമസ്കാരം. കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങളെക്കുറിച്ചും ഗതാഗത നിയമങ്ങളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ബുക്കും പേപ്പറും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയത് കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ശ്രീ കെ അജിത് കുമാർ സാറാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. ഒരുപാട് സംശയങ്ങളുമായിട്ട് ഒത്തിരി പേർ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സംശയത്തിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് കിടക്കാം. ആദ്യത്തെ സംശയം കേൾക്കാം സാർ. ഓക്കെ. പേര് ലക്ഷ്മി. ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ രജിസ്ട്രേഷൻ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഇലക്ട്രിക് സ്കൂട്ടർ നമുക്ക് എങ്ങനെ തിരിച്ചറിഞ്ഞ് വാങ്ങിക്കാൻ പറ്റും? ഓക്കെ സാർ. അതായത് നമ്മുടെ നിരത്തുകളിൽ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പല ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും നമ്പർ പ്ലേറ്റ് കാണാറില്ല. ചില ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് നമ്പർ പ്ലേറ്റോടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും ഏതാണ് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തതെന്നുമുള്ള ഒരു അറിവ് പൊതുജനങ്ങൾക്ക് പൊതുവെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അദ്ദേഹം ചോദിച്ച പോലെ മനസ്സിലാക്കാം? ഇത് ടെക്നിക്കൽ ഫീച്ചേഴ്സാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. അതായത് 2-3 പാരാമീറ്റേഴ്സാണ് ഇതിനു വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതെ. ആദ്യമായിട്ട് അതിൻ്റെ പവറാണ്. ഇലക്ട്രിക് മോട്ടോറിൻ്റെ പവർ 250 വാട്ട്സിന് മുകളിലുള്ള വാഹനങ്ങൾക്കെല്ലാം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഓക്കെ. അതേ കൂടെ തന്നെ 25 km/h ആണ് വാഹനത്തിന് സ്പീഡ്, പരമാവധി വേഗതയെങ്കിലും ഇതേപോലെ തന്നെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതിൽ കുറഞ്ഞ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഇപ്പൊ 250 വാട്ട്സിന് താഴെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം സാർ? മാനുഫാക്ചറുടെ ഡീറ്റെയിൽസ് നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവും. ഇനി ഇത് കൂടാതെ ഒരു പാരാമീറ്റർ കൂടെയുണ്ട്. ബാറ്ററി കൂടാതെ ഈ വാഹനത്തിന്റെ പരമാവധി അൺലാഡൻ വെയിറ്റ് എന്ന് പറയുന്നത് 60 കിലോയിൽ അധികരിക്കാനും പാടില്ല. രജിസ്ട്രേഷൻ വേണ്ടാത്ത വാഹനം. ഓക്കെ. അതിന്റെ ബാറ്ററി ഊരി വെച്ചതിന് അതിന്റെ വെയിറ്റ് നോക്കുമ്പോൾ 60 കിലോയിൽ താഴെയായിരിക്കും. അതെ. ഓക്കെ. അപ്പൊ 3 കാര്യങ്ങളാണുള്ളത്. തീർച്ചയായും. ഒന്ന്, അതിന് 25 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കാൻ പാടില്ല. 2, മോട്ടോറിന്റെ പവർ 250 വാട്ട്സിൽ അധികരിക്കാൻ പാടില്ല. മൂന്നാമത്തേത്, ബാറ്ററി ഊരി മാറ്റിയതിനു ശേഷം വണ്ടിയുടെ ആകെ വെയിറ്റ്, ഭാരം 60 കിലോയിൽ കൂടാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആണ് സാർ. അപ്പൊ ഇത് മനസ്സിലാക്കി രജിസ്ട്രേഷൻ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള വാഹനങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ സംശയം തോന്നിയ മറ്റുള്ളവർക്കും അത് ക്ലിയർ ആണ്. ഓക്കെ സാർ, താങ്ക് യു. അടുത്തൊരാൾ മറ്റൊരു ചോദ്യവുമായി വന്നിട്ടുണ്ട് സാർ. ഒരു സംശയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സംശയം നമുക്ക് കാണാം. ഓക്കെ സാർ. എൻ്റെ ഒരു പ്രതീക്ഷ എന്നാണ്, എനിക്കൊരു ഫൈൻ കിട്ടിയാൽ അത് പോലീസിൻ്റെതാണോ NVD ആണോ എങ്ങനെ അറിയാൻ പറ്റും? ഒരു ഫൈൻ വീട്ടിലേക്ക് തപാൽ വഴി എത്തിച്ചേർന്നാൽ അതെടുത്ത് നോക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനെയും തിരിച്ചറിയുന്ന തരത്തിൽ ഉള്ളതെന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമായിരിക്കുമല്ലോ. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കത് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതൊരു ലോഗോ വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കും. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ലോഗോ എന്ന് പറയുന്ന ഒരു ആനയും ഒരു തെങ്ങും ഒക്കെ നിൽക്കുന്ന ലോഗോയാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സാധാരണക്കാരന് പോലും വായിക്കാതെ തന്നെ അത് ഒരു ലോഗോ കണ്ടാൽ തിരിച്ചറിയാം. അതെ. അതേസമയം മോട്ടോർ വാഹന വകുപ്പിന്റേതാണെങ്കിൽ MVD എന്ന് രേഖപ്പെടുത്തിയ വേറൊരു പ്രത്യേക ലോഗോയാണ്. അത് ഒരിക്കൽ കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഐഡന്റിഫൈ MVD എന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതെ. ഇപ്പൊ ജനത്തിന് മോട്ടോർ വാഹന വകുപ്പ് എന്നതിന് ചുരുക്കപ്പേരിൽ എല്ലാവർക്കും അറിയുന്നത്. അതെ. ശരി, ഈ 2 കാര്യങ്ങളാണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ ഫൈൻ അടയ്ക്കാൻ വേണ്ടി ഇപ്പൊ സാധാരണ അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ ഇത് 2 അടയ്ക്കാം. ഇപ്പൊ പോലീസിന്റെ, നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിനെ സമീപിച്ചാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഫൈൻ അടയ്ക്കാം. പക്ഷെ പോലീസിന്റെ ഫൈൻ മോട്ടോർ വാഹന വകുപ്പിൽ ചെന്നാൽ ഒരുമിച്ച് 2 ഫൈനും ഉള്ള ഒരു വാഹനമാണെങ്കിൽ സാധ്യമല്ല, പറ്റില്ല. അതത് ഓഫീസുകളിൽ സമീപിക്കും. പോലീസിൻ്റെത് പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിനെയും സമീപിക്കും. കൂടാതെ ഇന്ന് ചെല്ലാന്റെ ടൈറ്റിലിൽ ഉണ്ടാവും ഏത് ഡിപ്പാർട്ട്മെന്റാണ് അയക്കുന്ന ഓഫീസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പോലീസിന്റെ ആണെങ്കിൽ പോലീസ് എന്ന് നമുക്ക് അതിനകത്ത് നോക്കിയാൽ മനസ്സിലാക്കാം. മോട്ടോർ വാഹന വകുപ്പിന്റേതാണെന്നുണ്ടെങ്കിൽ ആ ചെല്ലാന്റെ മുകളിലായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ അഡ്രസ്സ് അതിലുണ്ടാവും. താഴെ ഒപ്പിട്ടിരിക്കുന്ന അതോറിറ്റിയും സീലും ഒക്കെ ഉണ്ട്. അത് പോലീസിന്റെ ആണെങ്കിൽ സബ് ഇൻസ്പെക്ടറോ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ ആയിരിക്കും ഒപ്പിട്ടിരിക്കുക. അതെ. സബ് ഇൻസ്പെക്ടർ പോലീസ് ആണെങ്കിൽ അത് മോട്ടോർ പോലീസിന്റെ ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മോട്ടോർ വാഹന വകുപ്പിന്റെ ആണെങ്കിൽ മോസ്റ്റ്ലി MBAമാരോ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോ ആയിരിക്കും തയ്യാറാക്കിയിരിക്കും. പിന്നെ ഓഫീസിന്റെ സീലും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളിൽ
നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലോഗോ, പോലീസിന്റെ ലോഗോയും മോട്ടോർ വാഹന വകുപ്പിന്റെ ലോഗോയും വ്യത്യസ്തമാണ്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കാം. പിന്നെ അതിന്റെ പേര്, ഡിപ്പാർട്ട്മെന്റിന്റെ പേര് അതിന്റെ മുകളിൽ ഉണ്ടാവും. രണ്ടുപേര്, കേരള പോലീസ് ആണെങ്കിൽ കേരള പോലീസ് എന്നും, പിന്നെ മോട്ടോർ വാഹന വകുപ്പാണെങ്കിൽ കേരള മോട്ടോർ വാഹന വകുപ്പ് എന്നും ഉണ്ടാവും. പിന്നെ അതിന്റെ താഴെ ചെല്ലാൻ തയ്യാറാക്കിയ വ്യക്തിയുടെ ഒപ്പും അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷനും ഓഫീസിന്റെ സീലും ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അത് തിരിച്ചറിയാനും അത് ഏത് ചെല്ലാനെന്ന് നോക്കി അതത് ഓഫീസിനെ സമീപിച്ച് അത് പിഴയെടുക്കാനും സാധിക്കും. വളരെ ക്ലിയർ ആണ് സാർ, വളരെ നന്ദി. അപ്പോൾ അടുത്ത മറ്റൊരു ചോദ്യവുമായിട്ട് ഇനി ഒരാൾ ഉണ്ട്, അദ്ദേഹത്തിനെ കാണാം. ഓക്കെ സാർ. എൻ്റെ പേര് രാകേഷ് എന്നാണ്. എൻ്റെ സ്ഥലം പാലോടാണ്. എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സംവിധാനങ്ങളിൽ ഈ ഫേസ്ലെസ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. എന്താണെന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരം. സാർ, മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു പുതിയ ഒരു മാറ്റമായിരുന്നു ആ ഫേസ്ലെസ് എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ എന്താണ് ഫേസ്ലെസ് എന്ന് ജനങ്ങൾക്ക് ചെറിയ അവ്യക്തത ഉണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹം ആ സംശയം ഉന്നയിച്ചത്. അപ്പോൾ ഫേസ്ലെസ് എന്താണ് സാർ? അതിന് എങ്ങനെയാണ് അത് നമുക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ചെയ്യാൻ പറ്റുക? പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ഓൺലൈനായി അപേക്ഷിക്കാനുള്ള ഒരു സമ്പ്രദായമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഓഫീസിൽ പോയി നിന്നിട്ട് ആപ്ലിക്കേഷൻ, ഫിസിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക, തന്മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടിട്ട് ഏതാണ്ട് ഒരു മാതിരി ഒരു 95% സർവീസുകളും ഇപ്പോൾ ഓൺലൈൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അഭ്യസ്തവിദ്യരായ പൊതുജനങ്ങൾക്ക് വളരെയധികം ഒരു അഡ്വാൻറ്റേജ് ആണ്. അവർക്ക് വീട്ടിൽ നിന്ന് പോലും സ്വന്തമായിട്ട് തന്നെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു സമ്പ്രദായമാണ്. ഓഫീസിലേക്ക് വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിന്റെ ഗുണമായിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ സാർ, അപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനിയൊരു സംശയവുമായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട് സാർ, അത് കാണാം. എൻ്റെ പേര് ജിബിൻ എന്നാണ്. ഞാൻ ഇവിടെ കരിമങ്കോടാണ് താമസിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഒരു 5-6 വർഷം കൊണ്ട് ശബരിമല പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഈ ഒരുപാട് MPDയുടെ വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നുണ്ട്, ഒരുപാടാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായുള്ള പ്രവർത്തനം എന്താണെന്ന് ഇതുവരെയ്ക്ക് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ. അതെ സാർ, ശബരിമലയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണാറുണ്ട് മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് സാധാരണ അവിടെ ഉണ്ടാകാറുണ്ട്, പണ്ട് മുതലേ ഉണ്ടാകാറുണ്ട്. അപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളും അതിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ ആ പാതയിൽ കാണാറുണ്ട്. അപ്പോൾ എന്താണ് സാർ അവിടുത്തെ പ്രവർത്തനങ്ങൾ? ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സർവീസാണ് നമ്മൾ അവിടെ നടത്തുന്നത്. ഏതാണ്ട് കഴിഞ്ഞ ഒരു 10-12 വർഷങ്ങളായിട്ട് അവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സേഫ് സോൺ പദ്ധതി എന്നാണ് നമ്മളിതിനെ പറയുന്നത്. സേഫ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ ജില്ലകളിൽ നിന്ന്, നമ്മുടെ സമീപപ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ശബരിമല തീർത്ഥാടകർക്ക് ആ അപരിചിതമായ റൂട്ടുകൾ പരിചിതമാക്കുക, അവിടെ അപകടങ്ങൾ ഒഴിവാക്കുക, അവർക്ക് വേണ്ടതായ സാങ്കേതിക സഹായങ്ങൾ നൽകുക, ഇതിനൊക്കെ മുൻതൂക്കം നൽകി അപകടത്തിൽപ്പെടുന്നവരെ ഏറ്റവും ആദ്യം തന്നെ പോയി അവർക്കൊരു ഫസ്റ്റ് എയ്ഡോ ഒരു നഴ്സിംഗ് കെയറോ ഒരു മെഡിക്കൽ കെയറോ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഐക്കോണിക് എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പദ്ധതിയാണ് സേഫ് സോൺ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ സംവിധാനങ്ങളാണ് സാർ ഉള്ളത്? ഇതിനു വേണ്ടി ഈ ആൾക്കാർ ഇത്തരത്തിൽ സഹായിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക എന്തെങ്കിലും സംവിധാനങ്ങൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഒരു 24 hours കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൺട്രോൾ റൂമുണ്ട്. സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ വയർലെസ് സെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പട്രോളിംഗ് ആണ് നമ്മൾ നടത്തുന്നത്. ഒരു കോൾ സെന്റർ നമ്പറുണ്ട്, പബ്ലിക്കിന് ഏത് സമയത്തും ആക്സസ് ചെയ്യാവുന്ന. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു വാഹന നിർമ്മാതാക്കളുടെ ഒരു ഡീലർഷിപ്പിന്റെ ഒരു നെറ്റ്വർക്കും അവരുടെ ഒരു മിനി സർവീസ് പോയിന്റുകളും നമ്മൾ ലഭ്യമാക്കുന്നു. അപ്പോൾ ഈ പറയുന്ന കാനന പാതയിലൊക്കെ ഒരു അപകടമോ ഒരു ബ്രേക്ക് ഡൗണോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ആ വണ്ടി അവിടെ സബ്സിക്വന്റ് ബ്ലോക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് അടിയന്തരമായിട്ട് ചെന്ന് ആ ഒരു സർവീസ് കൊടുത്തിട്ട് റിപ്പയറോ ഒക്കെ ചെയ്ത് വാഹനത്തിനെ പ്രവർത്തനക്ഷമമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അപകടങ്ങൾപ്പെടുന്ന വാഹനങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ 24 hours നമ്മുടെ കണ്ടിന്യൂസ് പെട്രോൾ ആണ് നടക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു വാഹനം ഒരു 5 കിലോമീറ്റേഴ്സിനുള്ളിൽ ഒരു 5 മിനിറ്റ്സിൽ നമ്മുടെ ഒരു വാഹനം പാസ് ചെയ്യപ്പെടുകയും അത്തരത്തിൽ കാണുന്ന അപകടത്തിൽപ്പെട്ട ആളുകളെ അവർക്ക് അടിയന്തര വൈദ്യസഹായം കൊടുക്കാനും അവരെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി നമുക്ക് കണക്കിലെടുക്കാൻ കഴിയുന്നുണ്ട്. മുൻകാലങ്ങളിലെ അപേക്ഷിച്ചിട്ട് വളരെയധികം ഡെത്ത് റേറ്റുകളും ആക്സിഡന്റ് റേറ്റുകളും കുറയ്ക്കാൻ ഈ പദ്ധതി മൂലം കഴിഞ്ഞുണ്ട്. റോഡ് അപകടത്തിൽ വഴിയുള്ള മരണങ്ങളും അപകടങ്ങളും കുറയ്ക്കാൻ പറ്റും. കാര്യം കണ്ടിന്യൂസ് പെട്രോളിംഗ് ഉള്ളത് കാരണം നമ്മൾ വളരെ വൾണറബിൾ ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഇവരെ സ്പീഡ് കുറയ്ക്കേണ്ടടുത്ത് കുറയ്ക്കുകയും അല്ലെങ്കിൽ വളരെ നിയന്ത്രിതമായ സ്പീഡിൽ അവരെ ആ പാത ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക്
കാണിച്ചു കൊടുക്കാനും അവരെ അങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് വളരെ അതെ. സുരക്ഷിതമായ ഒരു പാത, അതെ. ഒരു സേഫ് റോഡ് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബോധവൽക്കരണവും അവിടെ നടക്കുന്നു. തീർച്ചയായിട്ടും. അതിനോടൊപ്പം തന്നെ ലോഗോ, നമ്മള് ലീഫ്ലെറ്റുകളും ബഹുഭാഷ ഈ പറഞ്ഞ പോലെ വീഡിയോകളും ഒക്കെ ചെയ്ത് നമ്മൾ വളരെ എല്ലാ വെൽ അഡ്വാൻസ് നമ്മൾ മീഡിയകളിലോ പല മീഡിയകളിലും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബോധവൽക്കരണം നടത്തുന്നു. ഇപ്പൊ ശബരിമലയുടെ പാത എന്ന് പറയുന്നത് ഒരു വശത്ത് വളരെ കീഴ്ക്കാന്തൂക്കായ ഭാഗങ്ങളാണുള്ളത്. അപ്പൊ അവിടേക്കൊക്കെ മറിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ തെന്നി മാറുന്ന വാഹനങ്ങളെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഏറെ ക്ഷമകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മളത് വളരെ അത്യാധുനികമായ നമ്മള് ഈ പറഞ്ഞ ക്രെയിനുകളുടെ ഒക്കെ സഹായത്തോടെ നമ്മൾ പ്രൊഫഷണലോട് ഇഷ്ടത്തോടു കൂടി തന്നെയാണ് നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നത്. ക്വിക്ക് റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞ് നമ്മുടെ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ടീമാണ് അവര് 24 hours അവര് ഒരു റെസ്ക്യൂ സർവീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ എക്യുപ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ സഹിതം അവര് ആ അടിയന്തര മെസ്സേജ് കിട്ടിയാൽ ഉടൻ തന്നെ അത് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുന്നു. വിതിൻ ഒരു 5 minutes 3 minutesനുള്ളിൽ തന്നെ നമുക്ക് ആ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് അവിടെ എത്തിച്ചേരാനും അവർക്ക് വേണ്ട അടിയന്തര സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിയും. അപ്പൊ ഒരു വാഹനം അപകടത്തിൽപ്പെടുകയോ തകരാറ് സംഭവിക്കുകയോ ചെയ്താൽ MVDയുടെ കൺട്രോൾ റൂമിലേക്ക് കോൾ ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ അവിടെ ഈ റെസ്പോൺസ് ടീം എത്തുകയും വാഹനത്തിന് തകരാറ് പരിഹരിക്കുകയും ഈ ക്വിക്ക് റെസ്പോൺസ് ടീം എന്ന് പറയുന്ന ഈ വാഹനത്തിന്റെ ആ മെക്കാനിക്കൽ ടീമിനോടൊപ്പമാണ് എത്തിച്ചേരുന്നത്. അതെ അതെ. എന്നിട്ട് അപ്പൊ തന്നെ വാഹനത്തിന്റെ തകരാറ് പരിഹരിക്കുന്നു, അതെ, ഗതാഗതം സുഗമമാക്കുന്നു, ഇവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അതുകൂടാതെ തന്നെ നമ്മൾ ഈ എൻഡയർ നമ്മുടെ ഈ റൂട്ടില് കോട്ടയം, കുമിളി, പിന്നെ എരുമേലി, പത്തനംതിട്ട, ശബരിമല, പമ്പ റൂട്ടുകളിലൊക്കെ നമ്മള് ദിശാസൂചികൾ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, റിഫ്ലക്റ്റീവ് ബോർഡ്. അതെ അതെ. എവറി കിലോമീറ്റർ ഇടവിട്ട് നമ്മൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റിഫ്ലക്റ്റീവ് ബോർഡുകൾ ഉപയോഗിക്കുന്നു. അത് ദീർഘദൂരത്തിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് എത്ര ദൂരം ഉണ്ട്, ഇനി സഞ്ചരിക്കാൻ എത്രയുണ്ട്, അപ്പോൾ ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ബോർഡിന്റെ അവിടെ ആണെങ്കിൽ ഞങ്ങളുടെ ലൊക്കേഷൻ അവർക്ക് ഈ കാനൻ പാത ആയതുകൊണ്ട് അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ അങ്ങനെയാണ് ആ പോയിന്റ്, ഇത്ര നമ്പർ ബോർഡ്, ഇവിടുന്ന് ഇത്ര കിലോമീറ്റർ ആണ്, അങ്ങനെ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ തരുന്നത് കൊണ്ട്, മെസ്സേജ് കിട്ടുന്നതുകൊണ്ട് നമുക്കും ആക്സിഡന്റോ ഒരു ഇഷ്യൂസോ നടന്ന സ്ഥലം വളരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട വളരെ സന്തോഷകരമായ ഒരു വാർത്ത കൂടി നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് വേൾഡ് ബാങ്കും സേവ് ലൈവ് ഫൗണ്ടേഷനോട് ചേർന്നിട്ട് നമ്മുടെ ഈ പദ്ധതിയെ ഒരു വലിയ മാതൃകാ പദ്ധതിയായി അംഗീകരിച്ചിരിക്കുകയാണ്. വേൾഡ് ബാങ്ക്. അതിന് നമുക്ക് മോർത്ത് നമ്മുടെ സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രി ഗഡ്കരി അദ്ദേഹം സാറ് നമുക്ക് വളരെ അനുമോദനങ്ങളൊക്കെ തന്നു. നമ്മുടെ ഈ പദ്ധതിയെ വളരെ ശബരിമലയുടെ ഈ അതെ 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 വളരെ വിജയകരമായ ഒരു പദ്ധതിയാണെന്നും ഏതാണ്ട് കോടിക്കണക്കിന് തീർത്ഥാടകര് വളരെ പരിമിതമായ ദിവസങ്ങൾക്കുള്ളിൽ, ഏതോ ഒരു 60 ദിവസത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പരിമിതമായ റോഡിലൂടെയാണ്. അപ്പൊ അവിടെ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് വളരെ പ്രശംസനീയ അർഹമായ രീതിയിൽ നമ്മൾക്ക് മോർത്തിൽ നിന്ന് അതെ 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 യൂണിയൻ മിനിസ്റ്ററിന്റെ ഒക്കെ അനുമോദനങ്ങൾ ലഭിക്കുകയുണ്ടായി. ഇത് ഒരു മാതൃക പദ്ധതിയായിട്ട് നമ്മുടെ ചാർധാം, അത് ബദ്രി, കേദാറൊക്കെ പോകുന്ന ഒറ്റപ്പെട്ട ഇതേപോലത്തെ ഗാർഡ് സെക്ഷനുകളാണല്ലോ അവിടെയൊക്കെ. അപ്പൊ അവിടെയും ഇത്തരത്തിലുള്ള പദ്ധതികൾ പരീക്ഷിച്ചാൽ എന്ത്, പ്രയോജനപ്പെടുത്തിയാൽ എന്ത് എന്ന് പോലും ഗവൺമെന്റ് തലത്തിൽ ചിന്തിക്കുകയുണ്ടായി. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു പറഞ്ഞാൽ ഞാൻ ഇതിന്റെ തുടക്കകാലം മുതൽ തന്നെ അതിനകത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് വളരെയധികം അഭിമാനം. അതെ 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 എനിക്ക് അതിനകത്ത് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു. അപ്പൊ സാറിന് വ്യക്തിപരമായ ഒരു സന്തോഷവും കൂടെയാണ് ഈ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ അദ്ദേഹത്തിന് സേഫ് സോണിനെ കുറിച്ചുള്ള സംശയം മാറിയിട്ടുണ്ടാവും. വളരെ വ്യക്തമായ, വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി സാറ്. അപ്പൊ ഇനിയൊരു സംശയവുമായിട്ട് മറ്റൊരാളെത്തിക്കുന്നത് കാണാം. എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ഞാൻ ഇൻ്റർനാഷണലി ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഇൻ്റർനാഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു ടൂറിസ്റ്റായിട്ട് പോകുമ്പോഴത്തേക്കും എങ്ങനെ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഡ്രൈവ് ചെയ്യാം, അതാണ് എൻ്റെ സംശയം. അതെ സാർ, വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ ഒക്കെ ഒരു സംശയവും കൂടെയാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്തായിരിക്കും സാർ, അതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞാൽ? ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്നാണ് അത് പറയുന്നത്. അത് നമ്മുടെ പാസ്പോർട്ട് മാതിരി ഇരിക്കുന്ന ഒരു ബുക്ക് ഫോമിലാണ് ഇപ്പം നമ്മൾ നൽകി വരുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിരുന്നു. അതായത് അപേക്ഷ സമർപ്പിക്കുന്നത്. അതെ 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 അതെ. അതിന് പാസ്പോർട്ട് വേണമായിരുന്നു, അതേപോലെ നമുക്ക് വിസ വേണമായിരുന്നു, അതേപോലെ
ഈവൻ ടിക്കറ്റ് വേണമായിരുന്നു. അതെ. ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഹിയർ ചെയ്തെങ്കിൽ മാത്രമേ, ഒരു പേഴ്സണൽ ഹിയറിംഗിൽ അപ്പോയിന്റ്മെന്റിലൂടെ മാത്രമേ നമ്മൾ ഇത് നൽകിയിരുന്നു. അതായത് ഇത് മൂന്നുമായിട്ട് ആളുകൾ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിനെ സമീപിച്ച് ഒരു നേരിൽ കാണുകയും സംസാരിക്കുകയും വേണ്ടിയുണ്ട്. അതെ അതെ, വിദേശത്തു നിന്നൊക്കെ വരുന്നവരെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ വാല്യബിൾ ആയിട്ടുള്ള ദിവസമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ആ ഒരു ദിവസത്തെ അവരുടെ വേസ്റ്റ് ആയി പോവാണ് സത്യം. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് വളരെ മനോഹരമായിട്ട് ഇപ്പൊ അതിനെ വളരെ ഫേസ്ലെസ്, വളരെ അത് സുതാര്യമാക്കിയിരിക്കുന്നു. ഓൺലൈനിൽ കൂടെ ഒരു പാസ്പോർട്ടുള്ള ഏതൊരു ഇന്ത്യൻ സിറ്റിസണും ഇതിപ്പോ അപ്ലൈ ചെയ്യാം. വിസയുടെ ആവശ്യമില്ല, ടിക്കറ്റിന്റെ ആവശ്യം. ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 24 hours തന്നെ കൊടുത്തിരിക്കണമെന്നാണ് അതിന്റെ. അപ്പൊ ഹിയറിംഗിന് ഹാജരാകേണ്ട വേണ്ട. ലൈസൻസ് ഉള്ള ഏതൊരാൾക്കും IDP ഇപ്പൊ കരസ്ഥമാക്കാം. അതിന്റെ പ്രൊസീജിയർ വളരെ ലഘൂകരിച്ചിട്ടുണ്ട്. ശരി സാർ, അപ്പൊ അത് വളരെ ക്ലിയർ ആണ്. അപ്പൊ എന്താണ് IDP എന്നും ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്നാണ് അതിന്റെ പെർമിറ്റ്. അതെ, ഒരു പെർമിറ്റ് ആണ്. കാലാവധി 1 വർഷം. 1 വർഷമാണ് കാലാവധി. 1 വർഷം കഴിഞ്ഞാൽ വീണ്ടും അപ്ലൈ ചെയ്താൽ വീണ്ടും കൊടുക്കും. പുതുക്കുകയാണോ സാർ, അതോ പുതുതായി ഒരു വർഷത്തേക്ക് മാത്രമാണ്. അതെ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടത് പാസ്പോർട്ട് മാത്രം മതി. കേരളത്തിൽ ഒരു ലൈസൻസ് ഉണ്ടാവണം. അതെ. അയാൾക്ക് പാസ്പോർട്ട് ഉണ്ടാവും. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഓൺലൈനായി തന്നെ അദ്ദേഹത്തിന് IDP അഥവാ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് അപേക്ഷിക്കാം. 1 വർഷത്തേക്ക് അത് അനുവദിക്കുകയും തീർച്ചയായും. ശരി സാർ, വളരെ ക്ലിയർ ആണ്. അദ്ദേഹത്തിന് ആ സംശയം മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. ഇനിയൊരു സംശയവുമായിട്ട് മറ്റൊരാളുണ്ട്, കാണാം സാർ. ശരി. എൻ്റെ പേര് ദീപു. എൻ്റെ നാട്ടിലുള്ളൊരു മെയിൻ റോഡിൽ സീബ്ര ലൈൻ ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് അത് മാഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങളും കാൽനട യാത്രക്കാരും വാഹനക്കാരും തമ്മിലുള്ളൊരു ധാരണാപശകം മൂലം അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. ഇവിടെ ഈ വര പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാൻ എവിടെയാണ് പരാതിപ്പെടേണ്ടത്? അദ്ദേഹത്തിന്റെ ഒരു ഉപകാരപ്രദമായ, മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായ ഒരു ചോദ്യമാണ് സാർ. അതായത് സംശയമാണ്. അതായത് നമ്മുടെ റോഡുകളിൽ സീബ്ര മാർക്കിങ്ങുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ മാഞ്ഞുപോയ ഒരു സാഹചര്യം വന്നാൽ അപകട സാധ്യതയുണ്ട് കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെ മാഞ്ഞുപോയ ഘട്ടത്തിൽ ഒരു ആ നാട്ടിലെ ഒരാളിന് ഇത് ഒന്ന് പുനഃസ്ഥാപിക്കാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് തോന്നിയാൽ അദ്ദേഹം എവിടെയാണ് സമീപിക്കുന്നത്? സംസ്ഥാന റോഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു അതോറിറ്റി ഉണ്ട്. മെയിനായിട്ടും റോഡ് സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഫണ്ട് ഉണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് എങ്ങനെയാണ് മെച്ചപ്പെട്ട ഒരു റോഡ് സംസ്കാരം ഉണ്ടാകുക, അപകടങ്ങൾ കുറയ്ക്കുക, ഇതൊക്കെയാണ് അതിന്റെ ലക്ഷ്യം. റോഡ് സേഫ്റ്റി അതോറിറ്റി അത് സംസ്ഥാന തലത്തിലുള്ളതാണ്. ഇത് കൂടാതെ ജില്ലാ തലത്തിൽ നമുക്ക് ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കമ്മിറ്റി ഉണ്ട്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അതിന്റെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ RTOമാരായിരുന്നുവെങ്കിൽ ഇപ്പൊ എൻഫോഴ്സ്മെന്റ് RTOമാർക്കാണ് അതിന്റെ പൂർണ്ണമായ ചുമതല. റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും എൻഫോഴ്സ്മെന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്. അതെ. ഇപ്പൊ ഒരു ജില്ലയിൽ 2 RTOമാരുണ്ട് നമുക്ക്. അത് ഒരാള് ദൈനംദിന പ്രവർത്തനങ്ങളും വർക്കുകളും ഒക്കെ ചെയ്യുന്ന RTOയും, അതുകൂടാതെ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ്, അത് മുഖ്യമായും റോഡ് സേഫ്റ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവർക്കാണ്, ആ എൻഫോഴ്സ്മെന്റ് RTOമാർക്കാണ് ഇപ്പം ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ചാർജ്. ഇത് കൂടാതെ ഇതിനകത്ത് അതാത് പ്രദേശത്തെ പോലീസ് ഓഫീസേഴ്സ്, SP-മാരുണ്ടാവും, ജില്ലാ പോലീസ് അധികാരികളുണ്ടാവും, PWD ഉണ്ടാവും, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷന്, ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ്. വളരെ ഒരു ഹൈ ലെവൽ കമ്മിറ്റിയാണ്. വളരെ കപ്പാസിറ്റി ഉള്ളതും വളരെയധികം എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നതുമായ ഒരു കമ്മിറ്റിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് അതത് ജില്ലയിലുള്ള എൻഫോഴ്സ്മെന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറെ സമീപിച്ചാൽ മതി. അതെ. ഈ കാര്യവുമായിട്ട് അവതരിപ്പിക്കും. ഇത്തരത്തിലുള്ള റോഡ് സേഫ്റ്റി വിഷയങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാവും. ഫുട്പാത്തിലേക്ക് വരുന്ന ഈ കയ്യേറ്റങ്ങളെ കുറിച്ചും ഒക്കെ തീർച്ചയായിട്ടും റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ പോലെ ഒരു പ്രദേശത്തെ സീബ്ര ലൈൻ മാഞ്ഞുപോയി എന്ന് പറഞ്ഞു. വളരെ നിർണായകമായ ആ ഒരു സീബ്ര ലൈനിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവിടെ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒന്നുകിൽ ഒരു സ്കൂൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, കൂടുതൽ ആളുകൾ ക്രോസ് ചെയ്യത്തക്ക ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥലമായിരിക്കും. അപ്പൊ അവിടെയൊക്കെ ഒരു സീബ്ര ലൈൻ മാഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു റോഡ് പദ്ധതി വരുമ്പോൾ മാത്രമേ അത് ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് റെസിഡൻസ് അസോസിയേഷനുകൾക്കും വ്യക്തികൾക്കും ഒക്കെ ഈ വിഷയങ്ങളൊക്കെ റോഡ് സേഫ്റ്റി കമ്മിറ്റിയെ സമീപിക്കാവുന്നതാണ്. അതിന് തീർച്ചയായിട്ടും ഇതിനൊക്കെ പരിഹാരം എല്ലാവർക്കും അതൊരു നല്ല അറിവായി. തീർച്ചയായിട്ടും അവരവരുടെ നാട്ടിലെ ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇങ്ങനെ ഒരു വേദി ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. ഇനി ഇത് കൂടാതെ തന്നെ നമുക്കൊരു താലൂക്ക് തലത്തിലൊരു ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്.
അപ്പൊ ഒന്നിൽ കൂടുതൽ വേദികൾ ഉണ്ടെന്നുള്ള കാര്യം ഉണ്ട്, പലർക്കും അറിയുന്നില്ല അറിയുന്നില്ല. അറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ശരി ഒരു ശരി സർ. അതൊരു നല്ല അറിവാണ് സർ. എല്ലാവർക്കും അതൊരു നല്ല അറിവായിരിക്കും. അതെ അതെ അപ്പൊ നമ്മൾ അത് പ്രയോജനപ്പെടുത്തുന്നില്ല അതെ, എന്നുള്ളതാണ് അതെ, അതിനകത്ത് അതെ. മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി റെസിഡൻസ് അസോസിയേഷനുകളും വ്യക്തികൾ തന്നെയും നേരിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഈ പറയുന്ന വേദികളിൽ സമീപിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അവർക്ക് പരിഹാരം ലഭിക്കാൻ ഈ വേദികൾ തീർച്ചയായും വളരെ ഗുണകരമായിട്ടുള്ള മറുപടിയായിരുന്നു സാർ. അത് നല്ല ചോദ്യമായിരുന്നു. ഇത്രയും ഗുണകരമായിട്ടുള്ള ഒരു മറുപടിയും അതിന് ഉണ്ടായതിൽ വളരെ സന്തോഷം സാർ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകി വളരെ ഗുണകരമായ പല കാര്യങ്ങളും പല അറിവുകളും നമുക്ക് പകർന്ന കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ശ്രീ കെ അജിത് കുമാർ സാറിന് ബുക്കും പേപ്പറിൻ്റെ വകയായ നന്ദി അറിയിക്കുന്നു. നമസ്കാരം സാർ. താങ്ക് യു.